ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സാധാരണ ഒരു റിലേഷൻഷിപ്പിൽ, അതിപ്പോൾ മാരേജ് കഴിഞ്ഞവരാണെങ്കിലും അതല്ല മാരേജിന് മുമ്പുള്ള പ്രണയിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ പല ആളുകളിലും കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ കാണുന്നൊരു പ്രോബ്ലമാണ് ഒരു ഇമോഷണൽ കണക്ഷൻ വല്ലാതെ കുറഞ്ഞു വരുന്നു എന്നുള്ളത്. അതായത് അവർക്ക് ഇമോഷണലി അകൽച്ച കൂടി വരികയാണ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള ഇമോഷണൽ കണക്ഷൻ കുറഞ്ഞു വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത് ഒരുപാട് പേര് അന്വേഷിക്കാറുണ്ട്. അതിനുള്ള കാരണങ്ങളാണ് ഇന്ന് പറയുന്നത്. ശരിക്കും ഇതൊരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാവുന്ന ഒന്നല്ല, ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഒന്നും വരുന്നതല്ല ഈ ഒരു ഇമോഷണൽ കണക്ഷൻ കുറയുക എന്ന് പറയുന്നത്. കുറേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ സൈനുകൾ നമ്മൾ കാണുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇമോഷണൽ കണക്ഷൻ കുറഞ്ഞു വരുന്നത് ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം അത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഇമോഷണൽ കണക്ഷൻ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാനസിക അകൽച്ച കൂടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ശ്രദ്ധയോടുകൂടി മുഴുവൻ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല, ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ആ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത്, രണ്ടുപേരും ആശയവിനിമയം നടത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് മിക്ക ആളുകളും നമ്മൾ കാണാറുണ്ട്, ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ആ കാര്യമല്ലേ പറയാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു സംഭാഷണം അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യത്തെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങോട്ട് സംസാരിക്കുക. ഇങ്ങനെ പലരും ചെയ്യാറുണ്ട്. സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കരുത്, മുഴുവനും പറയാൻ അനുവദിക്കുക എന്നുള്ളത്. അതിൻ്റെ കാരണം, ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇടയിൽ വെച്ച് അവരെ ബ്രേക്ക് ചെയ്യുമ്പോൾ അവർക്ക് ബാക്കിയുള്ളത് തുടർന്ന് പറയാൻ കിട്ടില്ല. അതായത് ഇടയിൽ വെച്ച് അവർ നിൽക്കുകയാണ്, അവർ പ്രതീക്ഷിക്കാതെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നിൽക്കുന്ന സമയത്ത് അവർ വിചാരിച്ചതുപോലെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റണം എന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട്, ആ ഫ്ലോ അങ്ങോട്ട് പോയി കിട്ടിയെന്ന് പറയും. ആ ഒരു സംഭവം തന്നെയാണ്. അപ്പം അവിടെ തെറ്റിദ്ധാരണ വല്ലാതെ അങ്ങോട്ട് കൂടുതലാവും. കാരണം കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവുന്നില്ല, നേരെ പറയാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ശരിക്കും തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അവരുടെ പ്രവൃത്തിയിലും അവരുടെ സംഭാഷണത്തിലും ഒക്കെ. ശരിക്കും നമ്മൾ പറയാൻ ഉദ്ദേശിച്ച, അതായത് ആ കാര്യമല്ലേ നിങ്ങൾ പറയാൻ വന്നേ എന്ന് നമ്മൾ ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല അവർക്ക് പറയാനുണ്ടാവുക, വേറെ വല്ല കാര്യമായിരിക്കും. പക്ഷെ അവർ പിന്നെ അത് പറയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി കൊണ്ട്, നമ്മളുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്ക് കൊണ്ട് അവരെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അത് കുറച്ച് കണ്ട് കഴിയുമ്പോൾ അവർ നമ്മളെ തെറ്റിദ്ധരിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, അവർ സംസാരിക്കുന്ന സമയത്ത് ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക. അവരുടെ വാക്കും പ്രവൃത്തിയും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം അവരോട് ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും പറയാൻ വരുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് അങ്ങോട്ട് പറയട്ടെ. അങ്ങനെ മുഴുവൻ പറഞ്ഞു തീർത്താലല്ലേ എന്താ കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതല്ലാതെ നമുക്ക് വേറെ വല്ല കഴിവും ശക്തിയൊക്കെ ഉണ്ടോ ഇനി അവർ പറയാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ളതൊന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ അവർ പറയാൻ വരുന്ന കാര്യം എന്താണെന്നുള്ളത് അവരുടെ വായ കൊണ്ട് തന്നെ അവർ പറയട്ടെ. അതിനുശേഷം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. അപ്പം ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ ഒരു മാനസിക അകൽച്ച കൂടുതലായിട്ട് നമുക്ക് കാണാറുണ്ട്. കാരണം മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തെങ്കിലും പറയാൻ പോകുമ്പോഴത്തേക്കും ഇടയിൽ കയറി തടയിടുകയാണ്. ഇതല്ലേ നിങ്ങൾ പറയാൻ വന്നത്, അല്ലെങ്കിൽ ഈ കാര്യം എനിക്ക് മുന്നേ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഒന്നും പറയണ്ട, എനിക്കിതൊക്കെ മുന്നേ അറിയുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പറയുന്ന സമയത്ത് അവർക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു അകൽച്ച രൂപപ്പെട്ട് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്രിസിയേഷനാണ്. അപ്രിസിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലർക്കും ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ് അപ്രിസിയേഷൻ്റെ ആ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളത്. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അവരെന്തെങ്കിലും കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ചെയ്ത കാര്യത്തെ കണ്ടു എന്നുണ്ടെങ്കിൽ, അത് നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള അഭിനന്ദനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തു അല്ലേ, ഓക്കെ, അത് കുഴപ്പമില്ല എന്ന് പറയുക മാത്രമല്ല വേണ്ടത്. അതല്ലെങ്കിൽ അവരിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കാണുകയും അതിനെ കുറ്റപ്പെടുത്തുക മാത്രമല്ല ചെയ്യേണ്ടത്. അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക്, അവർക്ക് കിട്ടിയിട്ടുള്ള നേട്ടങ്ങൾക്ക് നമ്മൾ അവരെ അഭിനന്ദിക്കുക. ഇതൊന്നും കിട്ടുന്നില്ല. ഈ ഒരു അപ്രിസിയേഷൻ എന്ന് പറയുന്നത് 0% ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള മാനസിക അകൽച്ച എന്ന് പറയുന്നത് 100% ആയിരിക്കും. അത് കൂടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മളുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴികളിൽ ഒന്നാണ് ഈ ഇത്തരത്തിലുള്ള ഈ ഒരു അപ്രിസിയേഷൻ കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നൽകി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവരോടുള്ള ഇഷ്ടം അവർക്ക് മനസ്സിലാവുള്ളൂ. സോ അതിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദാരിദ്ര്യം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വായ കൊണ്ട് പറയാനുള്ളതല്ലേ, അത് നമ്മളാണ്ട് പറയുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവരെ അഭിനന്ദിക്കാൻ ശ്രമിക്കാം. എനിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുക. ഇതിലൊക്കെ തെറ്റെന്താണ്? അങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള അപ്രിസിയേഷന്റെ കുറവ് കാണുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു മാനസികാകർച്ച കൂടാനുള്ള കാരണമായിട്ട് മാറാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് അവരായി നിൽക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇത് പല റിലേഷൻഷിപ്പിലും നമുക്ക് കാണാറുണ്ട്. നമ്മുടെ പാർട്ട്ണറെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അഭിനയിക്കേണ്ടതായിട്ട് വരുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് ഇമോഷണലി ഒരു സേഫ് അവിടെ ഫീൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. സേഫ്റ്റി അവർക്ക് അവിടെ തോന്നുന്നുണ്ടായിരിക്കില്ല. അതായത് അവർക്ക് അവരായി നിന്ന് കഴിഞ്ഞാൽ, അവരുടെ റിയൽ ആയിട്ടുള്ള സ്വഭാവം പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ടിട്ട് പോകുമോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർക്ക് മറ്റു പല രീതിയിലും പെരുമാറേണ്ടതായിട്ട് വരും. അതായത് എപ്പോഴും അഭിനയിക്കേണ്ടതായിട്ട് വരും. സോ അവർക്ക് അവരായി നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അല്ലെങ്കിൽ അങ്ങനെ അവരായിട്ട് പുറത്ത് കാണിക്കാൻ പറ്റിയ ഒരാള് നിങ്ങളായിരിക്കില്ല എന്നുള്ളതാണ്. ഇനി അഥവാ അവരവരുടെ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്ത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരോട് ചിലപ്പോൾ എതിർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ തന്നെ ആലോചിക്കുക, എല്ലാവർക്കും അവരുടേതായ ഒരു ബേസിക് ക്യാരക്ടർ ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല, നമ്മൾ സ്നേഹിക്കുന്ന ആളോട് നമുക്കത് കാണിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ പിന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് നമുക്ക് അവരെ പിന്നീട് അങ്ങോട്ട് സ്നേഹിക്കാൻ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അവർ പെരുമാറുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള ഫ്രീഡം അവർക്ക് കൊടുക്കാം. അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് കാണിക്കാനുള്ള ഫ്രീഡം കൊടുക്കാം. നമുക്ക് പറയാം, നീ എങ്ങനെയാണെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്റെ ശരിക്കുമുള്ള സ്വഭാവം എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പെരുമാറുക. അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് വരട്ടെ. ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതല്ലാതെ അവരെ അവരായി നിൽക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ അവരായിട്ട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധം മുന്നോട്ട് പോവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. മാനസികാകർച്ച കൂടുന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പാസ്റ്റിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ചില കാര്യങ്ങളൊക്കെ അറിയണമെന്നവർക്ക് ഉണ്ടാവും. ഇപ്പോൾ പുതിയ രണ്ടാളുകൾ തമ്മിൽ ഇഷ്ടത്തിലായി, അപ്പോൾ അവർ പ്രണയത്തിലായി, അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു, ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരാളെക്കുറിച്ച് ഇയാളുടെ പാസ്റ്റിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു പേഴ്സൺ, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരോടുള്ള വല്ലാത്ത സംശയങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങും. എന്തായിരിക്കും ശരിക്കും അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഞാൻ വരുന്നതിന് മുന്നേ വേറെ ആരെങ്കിലൊക്കെ ഉണ്ടായിരിക്കുമോ? അവർ തമ്മിൽ എങ്ങനെയായിരിക്കും? ഭയങ്കര സ്നേഹമായിരിക്കുമോ? എന്തുകൊണ്ടായിരിക്കും അവർക്ക് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവുക? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരില്ലേ? സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചിന്തകളൊക്കെ വരും. മനുഷ്യനല്ലേ, വരാതിരിക്കില്ല, എന്തായാലും വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള A to Z കാര്യങ്ങൾ വേണമെന്നൊന്നും ഞാൻ പറയില്ല, എങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് പറയാം. നമ്മൾ കുറച്ച് കാര്യം പറയുമ്പോഴത്തേക്കും തന്നെ അവർക്ക് വലുതായിട്ട് തോന്നും. അതായത് എങ്ങനെയൊക്കെ സംഭവിച്ചു, അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ എന്ന് തോന്നും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരു കാര്യവും തുറന്നു പറയാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ഓവർ തിങ്കിങ്, അതേപോലെ തന്നെ സംശയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ്. സോ ആ ഒരു ട്രസ്റ്റ് അവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി അഥവാ അവർ ചോദിക്കുന്ന സമയത്തും നിങ്ങൾ പറയാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സംശയം ഉണ്ടാവും. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? പാസ്റ്റിലെ കാര്യങ്ങൾ കുറച്ചൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക, അവരോട് പറയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഏറ്റവും ലാസ്റ്റ് 5ാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവര് നിങ്ങളെ വിട്ടിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ അവർക്ക് റിലേഷൻഷിപ്പിൽ സന്തോഷമില്ല എന്നൊക്കെ അവർ കാണിച്ചിട്ട് പോലും, അതിനുള്ള സൈനുകളൊക്കെ അവർ മനഃപൂർവ്വം കാണിച്ചിട്ട് പോലും നിങ്ങളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതായത് നിങ്ങൾക്കതൊന്നും പ്രശ്നമേ ഇല്ല, നിങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ ആണ് നിങ്ങൾ പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്തെന്നറിയോ? അപ്പം ഞാൻ ഈ ബന്ധത്തിൽ നിൽക്കണം എന്നുള്ളത് ഇവർക്ക് ആഗ്രഹമില്ല, ഞാൻ പോയാലും പ്രശ്നമല്ല എന്നൊരു ചിന്ത വരും. അതിൻ്റെ ഭാഗമായിട്ട് അവർ നിങ്ങളെ വെറുക്കാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് പോയാൽ മതി, എങ്ങനെയും പോയാൽ മതി, എനിക്ക് ഇത്ര വില ഇതിൽ കിട്ടുന്നുള്ളൂ, ഇങ്ങനെയൊക്കെ തോന്നുന്നതാണ്. നിങ്ങളുടെ പാർട്ട്ണറുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. അവർക്ക് എവിടെയൊക്കെയാണ് സന്തോഷം കിട്ടുന്നത്, എന്ത് ചെയ്താലാണ് സന്തോഷം കിട്ടുക, ഇപ്പോഴത്തെ അവരുടെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ മാനസികാവസ്ഥ എങ്ങനെയൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. നല്ല രീതിയിൽ സംസാരിക്കുക, അവരെ മനസ്സിലാക്കുക, അറിഞ്ഞ് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അവർ എന്തൊക്കെ ചെയ്തിട്ടും എങ്ങനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടും ഇഷ്ടമില്ല എന്ന് കാണിച്ചിട്ടും അല്ലെങ്കിൽ അവരെ ഹാപ്പി അല്ല എന്ന് കാണിച്ചിട്ടും നിങ്ങളതിനെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് 100% ഉറപ്പാണ്. പിന്നെ അവർക്ക് നിങ്ങളെ സ്നേഹിക്കാനോ ബന്ധത്തിൽ നിൽക്കാനോ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് ശരിക്കും ഹാപ്പിയാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ആ പ്രശ്നം നിങ്ങൾക്ക് തന്നെ ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങളിലാണ് സാധാരണ ഈ ഒരു മാനസികാകൽച്ച കൂടാറുള്ളത്.
അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഇമോഷണൽ ഇൻറ്റിമസി കുറഞ്ഞു വരും, മാനസികമായിട്ടുള്ള അടുപ്പം കുറഞ്ഞു വരുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇത് മാത്രമാണ് ഞാൻ പറയുന്നില്ല, ഇതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കാണാറുണ്ട് മിക്ക റിലേഷൻഷിപ്പിലും. സോ ഇതിലേതെങ്കിലുമൊക്കെയാണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ടോ ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നുമല്ല. കുറേ നാളുകൾക്ക്, അതായത് കുറേ നാളുകൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമായിരിക്കും ഈ ഒരു മാനസിക അകൽച്ച നല്ല രീതിയിൽ കുറഞ്ഞു പോയിട്ടുണ്ടാവുക. അങ്ങനെയായിരിക്കും ആ റിലേഷൻഷിപ്പ് തന്നെ അവസാനിക്കുന്നുണ്ടാവുക. സോ ഇതെല്ലാം നിങ്ങൾ പെട്ടെന്ന് തന്നെ ആദ്യമേ തന്നെ മനസ്സിലാക്കി പെരുമാറുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ ആളുകളും ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ എല്ലാവരുടെ റിലേഷൻഷിപ്പും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്